പ്രസിഡന്റ് തരുന്ന $2000 കിട്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളുമൊക്കെ കൂടെ മനപ്പായസമുണ്ട് ഇരുന്നതാണ്. ഇതാ ഇപ്പോൾ സുപ്രീം കോടതി ഇരുട്ടടി അടിച്ചിരിക്കുന്നു. അത് തൽക്കാലം കിട്ടാനുള്ള സാധ്യത മങ്ങിയെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി വിധി നിയമപരമായിട്ട് ശരിയായിരിക്കാം. പക്ഷേ എന്നാലും ആ അധികാരം താരിഫ് ചുമത്താനുള്ള അധികാരം പ്രസിഡന്റ് തന്നെ കൊടുക്കുകയായിരുന്നു നല്ലത്. ഈ വിദേശകാര്യം തീരുമാനിക്കേണ്ടത് പ്രസിഡന്റാണ്, വിദേശ നയം. അപ്പോൾ തീർച്ചയായിട്ടും വിദേശ നയത്തിൻ്റെ ഭാഗമാണ് ഈ താരിഫ്. പക്ഷേ അമേരിക്കൻ നിയമം അനുസരിച്ച് ടാക്സ് ചുമത്താനുള്ള എല്ലാ അധികാരവും കോൺഗ്രസിനാണ്. അപ്പോൾ നമുക്കറിയാം ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അതായത് പാർലമെൻറ്റിൽ പ്രാതിനിധ്യമില്ലാതെ ഈ ടാക്സ് ചുമത്താൻ പാടില്ല, നികുതി ചുമത്താൻ പാടില്ല. അപ്പം പാർലമെൻറ്റിൽ ആ റെപ്രസെൻറ്റേഷൻ വേണം. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നുള്ള അന്ന് മുതലേ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അക്കാര്യത്തിൽ നമുക്ക് സംശയവുമില്ല, നികുതി ചുമത്തേണ്ടത്. പക്ഷേ ഈ താരിഫ് ഒരു നികുതിയാണോ? അത് വാസ്തവം പറഞ്ഞാൽ ഈ വിദേശ നയത്തിൻ്റെയും വിദേശകാര്യങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ളൊരു ഡ്യൂട്ടി, അത് അക്കാര്യം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനാണ് വിടേണ്ടത്. ഈ നികുതി ചുമത്തുന്ന പോലെയല്ല വിദേശകാര്യവും വ്യത്യസ്ത രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇടപെടൽ. അത് പ്രസിഡൻറ്റിൻ്റെ ഒരു അധികാരം തന്നെയായിട്ട് മാറുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അതിപ്പം ഏതായാലും നമ്മളല്ല പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞു. ഇനിയിപ്പം അത് അനുസരിക്കല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഈ ട്രംപ് ഉപയോഗിച്ച 1977 ഒരു എമർജൻസി നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഇങ്ങനെ ഈ താരിഫ് ചുമത്താനായിട്ട് പ്രസിഡന്റിന് അധികാരമില്ല. വേറെ പല നിയമമുണ്ടെങ്കിൽ വേറെ പല നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങൾക്കെല്ലാം ചില പരിമിതികളുണ്ട്. ഇപ്പം ഈ 10%, ഇന്നലെ 10% ടാക്സ് ഏർപ്പെടുത്തി. അത് വേറൊരു നിയമം വെച്ചാണ് 150 ദിവസത്തേക്ക് ഇങ്ങനെ താരിഫ് ചുമത്താനായിട്ട് പ്രസിഡന്റിന് അധികാരം നൽകുന്ന മറ്റൊരു സെക്ഷൻ. അത് വെച്ച് ഇന്നിപ്പം ആ ടാക്സ് എല്ലാ രാജ്യങ്ങൾക്കും 15% വർദ്ധിപ്പിച്ചു ഇന്ന്. അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 15% ലോകത്തിൽ എവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്കും 15% നികുതി കൊടുക്കണം. ഇപ്പം മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഒന്നും ഇതുവരെ നികുതി ഇല്ലായിരുന്നു. ഇപ്പോൾ അവരും 15% കൊടുക്കണം. നമുക്ക് ഇന്ത്യക്ക് 18% നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ 15% കുറഞ്ഞു കിട്ടി. അപ്പോൾ 3% ആശ്വാസം കിട്ടി. പക്ഷേ വേറെയും കാര്യങ്ങളുണ്ട്. ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് 15% കൊടുക്കണം. പക്ഷേ അമേരിക്ക ഇന്ത്യയിലേക്ക് അയക്കുന്ന സാധനങ്ങൾക്ക് ഒരു നികുതിയും കൊടുക്കണ്ട. ഇന്തോനേഷ്യയ്ക്ക് ഇത് തന്നെയാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നതിന് 18-19% കൊടുക്കണം. അങ്ങനെയായിരുന്നു കരാറുണ്ടാക്കിയത്. പക്ഷേ ഇവിടുന്ന് പോകുന്നതിനൊന്നും നികുതി കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതിനെതിരെ ഇന്ത്യയിലും ഇന്തോനേഷ്യയിലുമൊക്കെ പ്രതിഷേധമുണ്ട്. ഈ ഇന്ത്യയിൽ പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുന്നുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഇവിടുന്നുള്ള സോയാബീൻ എണ്ണ മുതൽ ഇവിടുന്നുള്ള ഓരോ കാര്യങ്ങളും പച്ചക്കറി വരെ അവിടെ ഇന്ത്യയിൽ പെട്ടെന്ന് എത്തുമെന്നാണ് പറയുന്നത്. അവർക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല, താരിഫൊന്നും കൊടുക്കാതെ ഇവിടുന്ന് സാധനം അവിടെ എത്തിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ വില കുറയും, അവിടുത്തെ കർഷകരെല്ലാം പ്രതിസന്ധിയിലാകും എന്നാണ് പ്രതിപക്ഷമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷ്യക്ഷാമവും ആളുകൾ കുറച്ചുകൂടി ആരോഗ്യവാന്മാരാകും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക വശം ഞാൻ പറയുന്നത് ശരിയാകണമെന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം കൂടുതൽ സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കിട്ടും, കൂടുതൽ ആളുകൾക്ക് വില കുറഞ്ഞ് കിട്ടും, അവർ ആരോഗ്യമുള്ളവരായി മാറും. അത് നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ ഗുണമാകുകയേ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സാമ്പത്തിക വശം കർഷകരെ ദ്രോഹിക്കുകയാണെങ്കിൽ വില കുറഞ്ഞ അവിടെ സാധനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കോഴിയിറച്ചി അല്ല പോത്തിറച്ചി ഇതെല്ലാം വില കുറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവർ വിഷമത്തിലായി പോവും. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാഴികയില്ല. എന്തായാലും ആ കരാർ ഇനി ഇന്ത്യ പാലിക്കണമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് ശേഷം ഈ ഉണ്ടാക്കിയിരിക്കുന്ന കരാറുകൾ പല രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ ആ കരാറ് പാലിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം ട്രംപിൻ്റെ ഒരു ക്ലൗട്ട് ആ ശൗര്യം ഇത്തിരി കുറഞ്ഞിരിക്കുന്നു. ഈ ഉദ്ദേശിച്ച അത്ര ശൗര്യം കിട്ടുന്നില്ല. ഇനിയുള്ള മറ്റ് നിയമങ്ങൾ ഉപയോഗിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പം ഇതിനകം തന്നെ ചെയ്ത് കഴിയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ താരിഫ് നിയമത്തിൻ്റെ പേരിൽ ട്രംപിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ $800 വരെയുള്ള ചെറിയ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്, അതിന് ഈ ഉത്തരവ് വരുന്നത് വരെ അത് ഫ്രീ ആയിരുന്നു. അതിന് താരിഫൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ താരിഫ് നിയമം സർക്കാർ അങ്ങോട്ട് റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ അതിനും താരിഫ് ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു. പക്ഷേ വൈറ്റ് ഹൗസ് കയ്യോടെ ഉത്തരവിറക്കി അങ്ങനെയല്ല, അതിനുള്ള ആ താരിഫ് നിലനിൽക്കും. ഈ
പിന്നെ $800 വരെയുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്ന് മറ്റുമാണ് അത് കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ അകത്താണ് ഈ ഫെൻറ്റനിൽ പോലെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ പിന്നെ രഹസ്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി വരുന്നത്. കാരണം ഇത് എത്രയെണ്ണം പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അതിന് ടാക്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, താരിഫുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും പ്രസിഡൻറ്റിന് വേറെ നിയമങ്ങളനുസരിച്ച് താരിഫ് ചുമത്താം, പക്ഷേ അനിയന്ത്രിതമായിട്ട് ഇപ്പോൾ ചുമത്തുന്ന പോലെ ചുമത്താനാവില്ല. അതാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രസിഡൻറ്റിൻ്റെ അധികാരത്തിന് ഏറ്റവും ഒരു മങ്ങൽ, അധികാരമൊന്നു കുറച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സുപ്രീം കോടതി അങ്ങനെ ചെയ്യുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല. കാരണം 6 ജഡ്ജിമാർ കൺസർവേറ്റീവ് ജഡ്ജിമാരാണ്. അതിൽ 3 പേര് പിന്നെ ട്രംപിനെതിരെ തിരിഞ്ഞു. അതിൽ 3 പേരെന്ന് പറഞ്ഞാൽ അതിൽ 2 പേരെ ട്രംപ് തന്നെ നിയമിച്ചതാണ് കഴിഞ്ഞ തവണ. ജസ്റ്റിസ് എമി കോണി ബാരറ്റ്, അതുപോലെ തന്നെ ജസ്റ്റിസ് നീൽ ഗോരുഷ്, ഇവർ 2 പേരെ ട്രംപ് തന്നെ നിയമിച്ചതാണ്. പിന്നെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ്, ഇവർ 3 പേരും കൂടിയാണ്. 3 പേരും അതുപോലെ തന്നെ ലിബറലായിട്ടുള്ള 3 ജഡ്ജിമാർ, സോണിയ സോട്ടോമയർ, എലേന കാഗൻ, കേതൻ ജി ബ്രൗൺ ജാക്സൺ, ഇവരും കൂടെ 3 ലിബറൽസും 3 പിന്നെ കൺസർവേറ്റീവുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രസിഡൻറ്റിനെതിരെ ഈ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് പ്രസിഡൻറ്റ് പിന്നെ നായക്കുട്ടികളെന്നൊക്കെ പറഞ്ഞ് ജഡ്ജിമാരെ ചീത്ത പറഞ്ഞത്. ഇനി ഇതിനെ സ്ട്രോങ് ആയിട്ട് എതിർത്തത് 3 കൺസർവേറ്റീവ് ജഡ്ജിമാരാണ്. അതായത് പ്രസിഡൻറ്റിനെ അനുകൂലിച്ച് വന്നത് ബ്രെറ്റ് കാവന്ന, പിന്നെ ക്ലാരൻസ് തോമസ്, അതുപോലെ തന്നെ സാമുവൽ അലീറ്റോ എന്നിവർ പ്രസിഡൻറ്റിൻ്റെ നിലപാടിന് അനുസൃതമായിട്ട് നിന്നു. എന്തായാലും പിന്നെ നമുക്കും ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും, നിയമപരമായിട്ട് നോക്കുമ്പോൾ ടാക്സേഷൻ പിന്നെ കോൺഗ്രസിൻ്റെ ചുമതലയാണ്. പക്ഷേ അതേസമയം തന്നെ എല്ലാ കാര്യവും കോൺഗ്രസിൻ്റെ ചുമതലയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവും കോൺഗ്രസിനാണ്. ഇപ്പം പിന്നെ വെനസ്വേലയിൽ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള കാര്യം, അല്ലെ അവിടെ യുദ്ധം ചെയ്യാൻ പോകുന്നു ഉള്ള കാര്യം, അതിനോട് അനുമതി കോൺഗ്രസിൽ നിന്ന് വാങ്ങുകയായിരുന്നിട്ട് സ്ഥിതി എന്തായിരുന്നേന്? വല്ല കാര്യവും നടക്കുമായിരുന്നോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രസിഡൻറ്റിന് അധികാരം കൊടുക്കുന്നതാണ് നല്ലത്. പ്രസിഡൻറ്റ് അവിടെ പോയി മദൂരോയെ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഇറാനിൽ യുദ്ധത്തിന് പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതിന് കോൺഗ്രസിൻ്റെ അനുമതി വേണം. കോൺഗ്രസിൻ്റെ അനുമതിയോടുകൂടിയേ അവിടെ യുദ്ധപ്രഖ്യാപനം പിന്നെ പാടുള്ളൂ, അല്ലെ മുന്നോട്ട് പോകാനാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നെ റോ ഖന്നായൊക്കെ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ബില്ല് പാസ്സാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രസിഡൻറ്റിന് പിന്നെ ശക്തമായിട്ട് നിലപാടെടുക്കാനും ശക്തമായ പിന്നെ തീരുമാനങ്ങൾ എടുക്കാനും അത് പെട്ടെന്ന് തന്നെ ചെയ്യാനും ഉള്ള അനുമതി ഉണ്ടാവണം. അല്ലാതെ എല്ലാം കോൺഗ്രസിനെ പോയി ചോദിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ലാത്തൊരു അവസ്ഥ വരും. എന്തായാലും ഈ കേസ് ബാധിച്ച നീൽ കട്യാൽ എൻ്റെ ഒരു പഴയ പരിചയക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് വലിയ പിന്നെ അഭിനന്ദനം. ഒരു ഇന്ത്യക്കാരന് കിട്ടിയ ഒരു വലിയ അംഗീകാരം. അദ്ദേഹമാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ലോയർ. മുൻ ആക്ടിംഗ് സോളിസിറ്റർ ജനറലുമായിരുന്നു അദ്ദേഹം. എന്തായാലും ഈ വിധി ട്രംപിന് പിന്നെ പല രീതിയിലുള്ള ദോഷം ചെയ്യും. ഈ കൺസർവേറ്റീവ് ആളുകൾ ഒന്നാമത് ട്രംപിൻ്റെ ആ ക്ലൗട്ട് ഒന്ന് കുറഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ താരിഫ് ഉപയോഗിച്ച ആളുകളെ പിന്നെ ഭീഷണിപ്പെടുത്താൻ, മറ്റു രാജ്യങ്ങളെ ഒന്നും ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതി വരും. പിന്നെ ഒന്ന്, സുപ്രീം കോടതി ഇതുവരെ ട്രംപിനെതിരെ ഒരക്ഷരം പറഞ്ഞിരുന്നില്ല, ഒരു കാര്യം പറഞ്ഞിരുന്നില്ല ഈ ഇമിഗ്രേഷൻ കാര്യങ്ങളിലൊന്നും. ഇപ്പോൾ സുപ്രീം കോടതി സ്വതന്ത്രമായൊരു നിലപാടെടുത്തിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ ആ സൂപ്രമസി, ജുഡീഷ്യൽ സൂപ്രമസി അതൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പിന്നെ ഇനി ഇത് പിന്നെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്തും എന്തെല്ലാം പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അതിനു പുറമെയാണ് നമ്മൾ ഏതാണ്ട് 200-300 ബില്യൺ ഡോളർ ഈ താരിഫ് വഴി സമാഹരിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിധി പ്രകാരം അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ തിരിച്ചു കൊടുക്കണമെന്നോ കൊടുക്കണ്ടേ എന്നോ കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി തിരിച്ചു കിട്ടണമെങ്കിൽ മിക്കവാറും അവർ കോടതി കയറേണ്ടി വരുമായിരിക്കും ഈ കൊടുത്ത ആളുകൾ. അല്ലാതെ തന്നെ അവർക്കത് തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ല. കാരണം ഇതെല്ലാം ആകപ്പാടെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് വ്യക്തമല്ല. എങ്ങനെയായാലും ഈ താരിഫ് വിഷയം തൽക്കാലം ഒന്ന് കെട്ടടങ്ങിയിരിക്കുന്നു. അത് പ്രസിഡൻറ്റിൻ്റെ ഒരു അധികാരം കുറച്ചതുപോലെ ആണ് നമുക്ക് തോന്നുന്നത്. പ്രസിഡൻറ്റിന് ഈ അധികാരമുള്ളതായിരുന്നു നല്ലതെന്ന് വ്യക്തിപരമായിട്ട് തോന്നിപ്പോകുന്നത്. ഇപ്പം പ്രസിഡൻറ്റ് ട്രംപ് ആകാം, പിന്നെ വേറൊരാളാകാം. പിന്നെ ആളാരായാലും ആ പ്രസിഡൻറ്റ് പദത്തിലിരിക്കുന്ന ആൾക്ക് ഇങ്ങനെയുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു.